കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. വെറും 2 ആഴ്ച കൊണ്ട് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും ഒരേപോലെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ആഴ്ച കൊണ്ട് പ്രഗ്നൻസി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഇത് ട്രിക്കിംഗ് ആയിട്ടുള്ള ഒരു തമ്മിലാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പീരിയഡ്സിൻ്റെ ആ ഒരു ദിവസം മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ഏകദേശം ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിനകത്ത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അതുപോലെ പുരുഷൻ്റെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്തിട്ട് പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ടിപ്സാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പുരുഷന്റെ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. ഓരോ തവണ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് സെമൻ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ സമയങ്ങളിൽ നിങ്ങളുടെ ഓവുലേഷൻ എടുക്കുന്ന സമയങ്ങളൊക്കെ അടുക്കുമ്പോഴേക്കും ആ സമയം ഒളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻസി ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അതിലപ്പോൾ പുരുഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം അവർ ഒണിയൻ അല്ലെങ്കിൽ ഗാർലിക് ഇത് രണ്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒണിയനും അതുപോലെ നമ്മുടെ സവാളയും കുഞ്ഞുള്ളിയും അതുപോലെ നമ്മുടെ ഗാർലിക് വെളുത്തുള്ളിയും ഇത് അവരുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം ഇതിനകത്ത് ഫ്ലവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. സ്പേമിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതിനെ പ്രിവെൻറ്റ് ചെയ്ത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കഴിക്കുന്നത് വഴി നിങ്ങളുടെ പുരുഷന് ലഭിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു വജൈനയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു, സെർവിക്സ് പിന്നെ യൂട്രസ്, ഇതൊരിക്കലും ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കില്ല. ശരീരത്തിൽ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആ ഒരു വജൈനയിൽ തന്നെ വെച്ചിട്ട് സ്പേമിനെ കുറച്ച് നശിപ്പിച്ച് കളയും. സെർവിക്സിനകത്ത് ഇപ്പോൾ ഫ്ലൂയിഡിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ നശിയും. ഫോറിൻ ബോഡി ആയിട്ട് കണ്ട് ശരീരം തന്നെ നശിപ്പിക്കും. അങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള പല സിറ്റുവേഷൻസും ഓവർകം ചെയ്തിട്ടാണ് ഒരു സ്പേം സെൽസ് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിനടുത്തേക്ക് എത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പേം സെൽസിനെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉള്ളിയുടെ കണ്ടന്റ് ചേർക്കുന്നതും അതുപോലെ വെളുത്തുള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നതും അവരുടെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്റെറോൺ സ്പേമിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതുമൂലം നമുക്ക് പ്രഗ്നൻസി ഒരുപാട് നീണ്ടുപോകും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കൂടുതലായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോറ് കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടി കൂടുതലായിട്ട് കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഫാക്ടറി, ആ ഒരു ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. അടുത്തത് കൊക്കോ പൗഡറാണ്. ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് സഹായിക്കും. കൊക്കോയിൽ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അത് പ്യുവർ ആയിട്ടുള്ള കൊക്കോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ബെനിഫിറ്റുകൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പുരുഷന്റെ സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ കൊക്കോ പൗഡർ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് നമുക്ക് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പുരുഷന്മാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്പേമിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കോയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കുക. കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയായിരുന്നു കൊക്കോ പൗഡറിൻ്റെ റെസിപ്പീസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ കൂടുതലായിട്ടും ഹസ്ബൻഡിന് കൊടുക്കുക. എസ്പെഷ്യലി ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിലെങ്കിലും കൂടുതലായിട്ട് കൊടുക്കുന്നത് ആ ക്വാളിറ്റിയോട് കൂടിയിട്ട് സെമൻ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. പീരിയഡ്സ് മുതൽ ഇജാക്കുലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ സ്റ്റോർ ചെയ്യുന്ന സെമൻ ആകട്ടെ ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നീട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് മുട്ട. മുട്ടയുടെ ആ ഒരു എഗ് യോക്ക് ഉൾപ്പെടെ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പലരും ആ ഒരു എഗ് യോക്ക് മഞ്ഞക്കുരു മാറ്റിയിട്ട് മുട്ട കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. മഞ്ഞക്കുരുവിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. മഞ്ഞക്കുരു കഴിക്കുമ്പോഴേക്കും കഫക്കെട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ദിവസവും മുട്ട കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 or 3 മുട്ടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈവൻ വാക്കിങ്ങിനെങ്കിലും പോകാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ.
അടുത്തതായിട്ട് സ്ത്രീകൾക്ക് ഫോർട്ടിലിറ്റി എക്സസൈസ് ഉള്ളതുപോലെ തന്നെ പുരുഷനും അവരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോർട്ടിലിറ്റി എക്സസൈസുകളുണ്ട്. പ്രാണായാമ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ബ്രിഡ്ജ് പോസ് ചെയ്യുന്നത് നല്ലതാണ്. ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ രണ്ടുപേരും പാർട്ട്നേഴ്സ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴേക്കും രണ്ടുപേർക്കും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ടാകും. രണ്ടുപേര് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആകും, നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അതുപോലെ ബ്രിഡ്ജ് പോസ് ആണെങ്കിലും ബ്രിഡ്ജ് പോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് ബ്രിഡ്ജ് പോസ് എന്ന് നിങ്ങൾ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അത് ചെയ്യുന്നതും നിങ്ങളുടെ പുരുഷന്റെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, പുരുഷന്മാർ ധരിക്കുന്ന ഇന്നേഴ്സ് ആണെങ്കിലും അവർ ധരിക്കുന്ന പാൻറ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതല്ല ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരുപാട് നേരം ഇതിങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ അത് അഫക്ട് ചെയ്യും. സെമന്റെ ക്വാളിറ്റി കുറയുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഇന്നർവെയർസ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് പുരുഷന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടിപ്സ്. രണ്ടുപേരുടെയും ഫാക്ടേഴ്സ് ഒരുപോലെ വരുമ്പോൾ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. സ്ത്രീകൾ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചാലും പ്രഗ്നൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് നിങ്ങൾ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ചേച്ചി ചെയ്തില്ല എന്നാണ് ഉത്തരം വരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് സമൂഹവും പോലും നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചെവിയിലെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനെയും കൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് റിപ്പോർട്ടൊക്കെ പെർഫെക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല എങ്കിൽ കൂടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ടിപ്സ് ഹസ്ബൻഡിനും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം അവർ ഫെർട്ടിലിറ്റി യോഗ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നത് കൊണ്ടും നമ്മുടെ ജോലി ഈസി ആകുന്നത് കൊണ്ടും നമ്മുടെ ശരീരം അധികം അനങ്ങാറില്ല. ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കാര്യമായിട്ട് അത് ത്വരിതമായിട്ടുള്ള രീതിക്ക് അങ്ങനെ നടക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള ഫോർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പുരുഷന് പറഞ്ഞു കൊടുത്തതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുക, ബ്രിഡ്ജ് പോസ് ചെയ്യുക, മാലാസന ചെയ്യുക, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ടാകും. എത്ര നാൾ മുതൽ എത്ര നാൾ വരെ ചെയ്യണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അയേൺ, കാൽസ്യം, ഫോളിക് ആസിഡ് ഈ സപ്ലിമെന്റ്സ് എങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹസ്ബൻഡിനും ഇത് കൊടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അയേണും കാൽസ്യവും ഫോളിക് ആസിഡുമാണ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു സ്ത്രീ മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട സപ്ലിമെന്റ്സ്. ഇത് നമ്മൾ എടുക്കേണ്ടത് കുഞ്ഞിൻ്റെ ആ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഇതുമൂലം നിങ്ങൾ പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയാലും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻസും വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സിന്റെ കൃത്യമായിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ തരത്തിലുള്ള അയണും കാൽസ്യവും ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗൈനക്കോളജിസ്റ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യണമെന്നില്ല. ഫിസിഷ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ അടുത്തുള്ള ആശാ വർക്കറുടെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങൾക്കിത് മേടിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇലക്കറികളാണ്. ഇലക്കറികൾ കഴിക്കുമ്പോഴേക്കും വിറ്റമിൻ എ ഉണ്ട്, ബി, സി, ഇ, അയൺ, കാൽഷ്യം ഇതൊക്കെ നമ്മുടെ ആ ഒരു ഇലക്കറികൾ കഴിക്കുമ്പോഴും പച്ചക്കറികൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. അണ്ടത്തിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ, സർവിക്കൽ മ്യൂക്കസ് ഇംപ്രൂവ് ആയി പോകാൻ, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് കൂടി നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ പീരിയഡ്സ് മുതൽ തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാമ്പൂ വാട്ടറാണ്. ഗ്രാമ്പൂ വാട്ടറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കറുവപ്പട്ടയുടെ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കിച്ചണിലും ഉള്ള കാര്യങ്ങളാണ് ഗ്രാമ്പൂവും കറുവപ്പട്ടയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. PCOD ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ഓവറീസിന്റെ ഫംഗ്ഷൻ ബെറ്റർ ആയിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ മാത്രം ഗ്രാമ്പൂ വാട്ടറും കറുവപ്പട്ട വാട്ടറും നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഗ്രാമ്പൂ വാട്ടറിന്റെ യൂസ് എത്രത്തോളമാണ് ഉള്ളതെന്ന് ഓൾറെഡി നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും.
ഗ്രാമ്പു ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ കറുവപ്പട്ടയും ഉപയോഗിക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് കുതിർത്തിയതിന് ശേഷം കറുവപ്പട്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെള്ളമിട്ട് നിങ്ങൾ തിളപ്പിച്ചിട്ട്, ഒരു ഗ്ലാസ്സാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് അത് അര ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. അതിനുശേഷം നിങ്ങളത് കുടിക്കാനായിട്ട്, വെറും വയറ്റിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ദിവസം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് അത് നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. അതിലും കൂടുതലൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും കേട്ടോ. PCOD ഉള്ള ആളുകൾക്കൊക്കെ എപ്പോഴും എഗ്ഗിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചിട്ട് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാതള നാരങ്ങയും ഉപയോഗിക്കാവുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും. ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ടത് ബദാമും അതുപോലെ ബ്രേസിൽ നട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബദാം നമുക്ക് കൂടുതൽ മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇതിനെപ്പറ്റി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ എഗ് ഗ്രോത്തിനും പ്രോപ്പറായിട്ട് എഗ് പൊട്ടുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുള്ള 4-5 ബദാമോ, ബ്രേസിൽ നട്ട്, കാഷ്യൂ നട്ട്, അതുപോലെ ഉണക്കമുന്തിരി ഇതെല്ലാം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വിശന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് ഈവനിങ് നമ്മൾ സ്നാക്സ് എടുക്കുന്ന സമയം. ഈ സമയത്ത് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾ കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഗുണം ശരീരത്തിലോട്ട് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ആ ടിപ്പും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ 2 ആഴ്ച കൊണ്ട് പ്രഗ്നൻ്റ് ആകാമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒട്ടും സ്ട്രെസ് ഇല്ലാതിരിക്കുക. 2 ആഴ്ച സമയം നമ്മുടെ എഗ്ഗ് ഗ്രോ ആകുന്നത് പീരിയഡ്സിൻ്റെ 2nd ഡേ മുതലാണ്, അല്ലെങ്കിൽ ഒരു 3rd ഡേ ഒക്കെ മുതലാണ് അണ്ടം വളർന്നു തുടങ്ങുന്നത് അടുത്ത ഓവുലേഷന് വേണ്ടിയിട്ട്. സാധാരണയായിട്ട് കഴിഞ്ഞ മാസത്തിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് ഈ മാസം ആ ഒരു മാസം തീരുമ്പോഴേക്കും ബ്ലഡ് വരുമ്പോൾ ഒരുപാട് പേര് ടെൻഷൻ ആവാറുണ്ട്, സ്ട്രെസ്ഡ് ആവാറുണ്ട്, ഇനി എന്താകുമെന്ന് ആലോചിച്ച് വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ പീരിയഡ്സിൻ്റെ ആദ്യത്തെ 3-4 ദിവസം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സിൽ കൂടി അവർ കടന്നു പോകുന്ന ടൈമാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, എസ്പെഷ്യലി അണ്ടം വളരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ അത് അണ്ടത്തിൻ്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടും, നമുക്ക് ഷിവറിങ് ഉണ്ടാകും, പലർക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും, പലർക്കും വിശപ്പ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നോർമൽ പ്ലേസിലോട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൂട് കുറയ്ക്കുക, നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതും അണ്ടത്തിന്റെ ഗ്രോത്തും സെക്കൻഡറി ആയി പോകും. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് പിന്നെയും നീണ്ടുപോകും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും സ്ട്രെസ്ഡ് അല്ലാതെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പരസ്പര ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായത്, അതുപോലെ തന്നെ ഓരോ ഓവുലേഷനും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫ്രീ ആകുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം, ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രവർത്തനവും നന്നായിട്ട് നടക്കും. സെർവിക്സ് നല്ലതുപോലെ ഡൈല്യൂട്ട് ആകും. നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.